നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗസമവാക്യങ്ങളിലെ പേജ് നമ്പർ 50-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Question number 2. See these computations. 3 square minus 2 into 3 equals 3 equals 2 square minus 1. 4 square minus 2 into 4 equals 8 equals 3 square minus 1. 5 square minus 2 into 5 equals 15 equals 4 square minus 1. Explain the general principle of these using algebra. അതായത് തന്നിരിക്കുന്ന പാറ്റേണിൻ്റെ ആൾജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുക ജനറൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്. ഇവിടെ 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 ഈക്വൽസ് 3 ഈക്വൽസ് 2 സ്ക്വയർ മൈനസ് 1. ഇവിടെ ആണെങ്കിലോ 4 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 4 ഈക്വൽസ് 3 സ്ക്വയർ മൈനസ് 1. 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 4 സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഈ പാറ്റേൺ പോകുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ 3 ആണെങ്കിൽ ഇതിൽ നോക്ക് 2 ഇൻറ്റു 3. അതുപോലെ ഇവിടെ 4 ആണെങ്കിൽ 2 ഇൻറ്റു 4. 5 ആണെങ്കിൽ 2 ഇൻറ്റു 5. ഇനി അടുത്ത് ഈ ആൻസർ നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. ഇനി ഇത് നോക്കിയേ, ഇവിടെ 3 ആണ്, അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1. ഇവിടെ 4 ആണ്, അപ്പോൾ 3 സ്ക്വയർ മൈനസ് 1. 5 ആണ്, അപ്പോൾ 4 സ്ക്വയർ മൈനസ് 1. മൈനസ് 1 എല്ലാത്തിലും കോമൺ ആണ്. ഇവിടെ വരുന്ന നമ്പർ ഇതിനേക്കാൾ ഒന്ന് കുറവാണ്. 3 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 3, 5 ആണെങ്കിൽ 4. അപ്പം 6 ആണെങ്കിലും 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ 2 ഇൻറ്റു 3. ഇവിടെ 2 കോമൺ ആണ്, പിന്നെ വരുന്ന നമ്പർ ഏതാണോ അത് തന്നെയാണ് ഇവിടെ. അതുപോലെ ഇവിടെ ഇതിനേക്കാൾ ഒന്ന് കുറവ്, അതിൻ്റെ സ്ക്വയറിനോട് 1 മൈനസ് ചെയ്യാം. ഇതാണ് ആ പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ആൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം ജനറലായിട്ട് എടുക്കുമ്പോൾ നമുക്കിതിന് ഇവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഈ 3, 4, 5 എന്നുള്ളതിന് പകരം നമുക്കിവിടെ എക്സ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അടുത്തൊരു ടേം എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്തത് 5 കൊടുക്കണമെങ്കിൽ എങ്ങനെ വരും? 5 സ്ക്വയർ മൈനസ്, അപ്പം 2 ഇൻറ്റു 5 അല്ല 6. 2 ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇവിടെ വരുന്ന നമ്പർ തന്നെയാണ് ഇവിടെ വരുന്നത്. 2 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു, ഇത് നോക്കിയാൽ മതി. ഇവിടെ എന്ത് വരും? 4. ഇവിടത്തേക്കാൾ ഒന്ന് കുറവ്, അപ്പോൾ ഇവിടെ 6 അല്ലേ, അപ്പോൾ ഇവിടെ എന്ത് വരും? 5 സ്ക്വയർ മൈനസ് 1. ഇനി നമുക്ക് ജനറലായിട്ട് എഴുതാം അല്ലേ, ഇതിൻ്റെ ആൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം. അപ്പോൾ ജനറൽ ഫോമിന് നമ്മളിവിടെ എക്സ് ആണ് എടുക്കുന്നത്. എക്സ് ആണ് വരുന്നതെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ വരുന്ന അതേ നമ്പർ 2 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു, പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ വരുന്നതിനേക്കാൾ ഒന്ന് കുറവ്, അപ്പോൾ ഇവിടെ എക്സ് അല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം. അതല്ലെങ്കിൽ ഇതിൻ്റെ ജനറൽ ഫോം ഇതാണ്. എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഈ ആൻസർ നോക്കണ്ട, നമുക്ക് ആ ഫോം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ ഫോം. ഇനി നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് എന്താണ്? 2x ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഇനി എക്സ് സ്ക്വയർ മൈനസ് 2x, ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് എടുത്തു, പ്ലസ് 1 ഇസ് ഈക്വൽ ടു, പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതെന്താണ്? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 അല്ലേ.